കേരളത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ വാങ്ങുന്ന ക്ഷേമനിധി ബോർഡ് വഴി ആനുകൂല്യം വാങ്ങുന്നവരെല്ലാം ഈ അറിയിപ്പ് ശ്രദ്ധിക്കണം. 5 മാസത്തെ പെൻഷനാണ് ജനുവരി കൂടി കൂട്ടി നമുക്ക് കുടിശ്ശികയാകുന്നത്. 1600 രൂപ വെച്ചാണ് സർക്കാർ നമുക്ക് ഒരുമിച്ച് വിതരണം ചെയ്യുന്നതെങ്കിൽ 8000 രൂപ ഒരു വ്യക്തിക്ക് നൽകാനുള്ള സാഹചര്യത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. സംസ്ഥാന സർക്കാർ ഈ പെൻഷൻ വിതരണവുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി ഭാഗത്തു നിന്ന് ആളുകൾ ഉൾപ്പെടെ മുറവിളി കൂട്ടുമ്പോൾ സർക്കാർ നൽകുന്ന അറിയിപ്പ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് പരിശോധിക്കാം. 45 ലക്ഷം വരുന്ന ആളുകളാണ് ഈ സെപ്റ്റംബർ മാസം മുതലുള്ള പെൻഷന് യോഗ്യത നേടിയിട്ടുള്ളത്. മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർ, വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയവർ, അതോടൊപ്പം തന്നെ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റൊക്കെ മുൻപ് ഹാജരാക്കിയ ഗുണഭോക്താക്കൾ, ഇങ്ങനെയുള്ളവരുടെ ആകെ എണ്ണമാണ് ഈ 45 ലക്ഷം എന്ന് പറയുന്നത്. ക്ഷേമനിധി ബോർഡിലെ 6 ലക്ഷത്തോളം ഗുണഭോക്താക്കളും ഇതിൽ ഉൾപ്പെടും. ഇതിൽ തന്നെ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ 1 വർഷമായിട്ട് ആനുകൂല്യം മുടങ്ങിയിരിക്കുകയാണ്. ഒരു ആനുകൂല്യങ്ങളും ലഭിക്കാത്ത സാഹചര്യം. വിവാഹ വിദ്യാഭ്യാസ സഹായങ്ങൾക്കുൾപ്പെടെ മുൻപ് നൽകിയിരുന്ന ആനുകൂല്യങ്ങളെല്ലാം ഇപ്പോൾ നൽകാൻ സാധിക്കാത്ത ഒരു സ്ഥിതി. ആളുകളുടെ ഇടയിൽ നിന്ന് പ്രതിഷേധം ഉയരുന്നുണ്ടെങ്കിൽ പോലും അത് കൃത്യമായിട്ട് സർക്കാർ പരിഗണിക്കാത്ത ഒരവസ്ഥ കൂടി ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. ക്ഷേമ പെൻഷന്റെ കാര്യത്തിലും ഇതേ രീതി തന്നെയാണ് തുടരുന്നത്. 5 മാസത്തെ പെൻഷൻ തുക എന്ന് പറയുമ്പോൾ 8000 രൂപയോളം വരും. വയോജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് വിധവാ പെൻഷൻ, വാർദ്ധക്യകാല പെൻഷൻ, ഭിന്നശേഷി നേരിടുന്ന ആളുകൾക്കുള്ള പെൻഷൻ, ഈ 3 സ്കീമിലുള്ള ആളുകൾക്ക് ഏറ്റവും അടിയന്തരമായിട്ട് അല്ലെങ്കിൽ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു ആനുകൂല്യമാണ് ഈ സാമൂഹ്യ സുരക്ഷാ പദ്ധതിക്ക് കീഴിലുള്ള പെൻഷൻ ആനുകൂല്യം. മറ്റ് സംസ്ഥാനങ്ങളിൽ മുടക്കം കൂടാതെ ലഭിക്കുന്നുമുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ മാസങ്ങളിലും നൽകുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇതിനൊരു വെല്ലുവിളി സൃഷ്ടിക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും പുതിയ അറിയിപ്പുകൾ അനുസരിച്ച് സാമ്പത്തിക പ്രതിസന്ധി വീണ്ടും നിലനിൽക്കുന്ന സാഹചര്യമാണ്. അതുമാത്രമല്ല, സർക്കാരിൻ്റെ വിവിധ വരാനിരിക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പോലും ഫണ്ട് കണ്ടെത്താനാവാത്ത ഒരു സ്ഥിതിയുണ്ട്. കേന്ദ്ര സർക്കാർ അനുകൂല നിലപാട് സ്വീകരിച്ചില്ല എങ്കിൽ, അതായത് കേന്ദ്ര സർക്കാർ ഫണ്ട് തന്ന് നമ്മുടെ സംസ്ഥാനത്തെ സഹായിച്ചില്ല എങ്കിൽ പെൻഷൻ ഒരുമിച്ച് വിതരണം ചെയ്യുന്ന കാര്യങ്ങൾ താളം തെറ്റും. അതുകൊണ്ട് തന്നെ സർക്കാർ പരമാവധി എല്ലാ മേഖലകളിൽ നിന്നും ഫണ്ട് സ്വരൂപിച്ച ശേഷം 1 മാസത്തെയെങ്കിലും, അതായത് മുടങ്ങിക്കിടക്കുന്ന സെപ്റ്റംബറിലെ പെൻഷനൊക്കെ നൽകുന്നതിന് വേണ്ടിയായിരിക്കും ഈ മാസം ശ്രമിക്കുക. ജനുവരിയിൽ പെൻഷൻ വിതരണം ഉണ്ടാകും. പക്ഷേ നമ്മൾ വിചാരിക്കുന്നത് പോലെ 2, 3, 4 മാസങ്ങൾ അല്ലെങ്കിൽ ഒരുമിച്ച് മുടങ്ങിയിട്ടുള്ള ആനുകൂല്യം മുഴുവൻ നൽകാനുള്ള ഫണ്ട് സർക്കാരിൻ്റെ പക്കലില്ല. അതുകൊണ്ട് തന്നെ 1 മാസത്തെ ആനുകൂല്യമൊക്കെ ആയിരിക്കും നമുക്ക് ലഭിക്കുക. അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഇത് മാത്രമല്ല, കേരള ഹൈക്കോടതിയിൽ സർക്കാർ അറിയിച്ചിരിക്കുന്നതും ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ്. പെൻഷൻ വിതരണം ചെയ്യുന്നതിന് ആവശ്യമായിട്ടോ കുടിശ്ശിക തീർക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് സർക്കാരിൻ്റെ പക്കലില്ല. സാമ്പത്തികമായിട്ട് പ്രതിസന്ധിയുണ്ട്. കേന്ദ്ര സർക്കാരിൽ നിന്നും നിലവിൽ ഫണ്ട് ലഭ്യമാകാത്ത സാഹചര്യം. അതുകൊണ്ട് തന്നെ ഒരുമിച്ച് ഇവ നൽകാൻ സാധിക്കില്ല എന്ന് ഇപ്പോൾ തന്നെ ഹൈക്കോടതിയും ബോധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യപരമായിട്ടുള്ള അവരുടെ അവശതകൾക്ക് കൃത്യമായിട്ട് മരുന്നുകൾ ആവശ്യമാണ്. അതോടൊപ്പം തന്നെ ദൈനംദിന ചിലവുകൾക്ക് ആവശ്യ സാധനങ്ങൾ വീട്ടിലേക്ക് വാങ്ങുന്നതിന് അതിനെല്ലാം തന്നെ ബുദ്ധിമുട്ടുന്നൊരു സാഹചര്യമുണ്ട്. പക്ഷേ ഒരു ആശ്വാസമായിട്ട് കുടിശ്ശിക വന്നിട്ടുള്ളതിൽ 1, 2 മാസങ്ങളിലെ, പക്ഷേ 1 മാസത്തെയെങ്കിലും ഈ മാസം നമുക്ക് ലഭിക്കും. സെപ്റ്റംബറിലെ മുടങ്ങിയ ആനുകൂല്യമായിരിക്കും ലഭിക്കുക. ഇനി ഇതേ സാഹചര്യത്തിൽ 2024 ജനുവരി മാസം തീരാറാകുന്നു. 2024 വർഷം മുഴുവനും വിധവാ പെൻഷനും അവിവാഹിത പെൻഷനും വാങ്ങുന്നവർക്ക് ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കേണ്ടതുണ്ട്. 2024 ജനുവരി 1 60 വയസ്സോ അതിനു മുകളിലോ എത്തിയിട്ടുള്ളവർക്ക് നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ഇളവുകളുണ്ട്. ബാക്കിയുള്ളവർ രേഖകൾ സമർപ്പിക്കണം. സമർപ്പിച്ചിട്ടില്ലാത്തവർ എല്ലാ വർഷങ്ങളിലും ഇത് കൊടുക്കേണ്ടത് ആവശ്യമാണ്. വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. സുഹൃത്തുക്കളിലേക്കെല്ലാം അറിയിപ്പ് എത്തിക്കുക. വിവിധ ക്ഷേമ പദ്ധതികൾ മുടങ്ങാതെ ലഭിക്കാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം. അതുവരെ പ്രതിപ്രസാദനൊപ്പം ജിതിനം ജോസ് സൈനിങ് ഓഫ്.